കൃപാസന അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷമായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് കൗണ്ട് പ്രോബ്ലം ആയിരുന്നു. 2013 മുതൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. IVF, IUI പല ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും ഞങ്ങൾക്ക് കുട്ടികളുണ്ടായില്ല. ഏത് ഹോസ്പിറ്റലിൽ പോയാലും പറയുന്നത് നിങ്ങൾക്ക് നോർമലായിട്ട് കുട്ടികൾ ഉണ്ടാവില്ലെന്നാണ്. കാര്യം എൻ്റെ ഹസ്ബൻഡിന് മോട്ടിലിറ്റി ഇഷ്യൂ ഉണ്ടായിരുന്നു. 5% എൻ്റെ ഹസ്ബൻഡിൻ്റെ മോട്ടിലിറ്റി ഉള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾക്ക് എനിക്ക് പ്രഗ്നൻസി സാധ്യമല്ലായിരുന്നു. 2013 മുതൽ 2024 മാർച്ച് വരെ ഞങ്ങൾ പല ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു. പല ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങി. ഒരുപാട് ലക്ഷങ്ങൾ ഞങ്ങൾക്ക് ചിലവായി. 2023 ഞാൻ ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. 2023 ഞാൻ അവിടുന്ന് ജോലിയെല്ലാം റിസൈൻ ചെയ്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ നാട്ടിൽ വന്നു. ഞങ്ങൾക്കൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് നാട്ടിൽ വന്ന് മൂവാറ്റുപുഴയുള്ള ഒരു ഹോസ്പിറ്റലിൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിനായി പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വെരിക്കോസിൻ്റെ ഒരു സർജറി ചെയ്താൽ മേ ബി നിങ്ങളുടെ ഹസ്ബൻഡിന് എനിക്ക് പ്രഗ്നൻ്റ് ആവാൻ സാധിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡിന് വെരിക്കോസിൻ്റെ സർജറി ചെയ്തു. ആ സർജറി ഫെയിലിയർ ആയിരുന്നു. കാര്യം എൻ്റെ ഹസ്ബൻഡിനുള്ള കൗണ്ടും മോട്ടിലിറ്റിയും കൂടെ കുറയുകയാണ് ചെയ്തത്. അങ്ങനെ അവസാനം ഞങ്ങളുടെ കാശെല്ലാം നഷ്ടപ്പെട്ട് ഞങ്ങൾ വീണ്ടും ഖത്തറിലേക്ക് തിരിച്ചു പോയി. അവിടെ വെച്ച് എൻ്റെ ഹസ്ബൻഡിന് ജോലി നഷ്ടമായിട്ട് ജോലിയില്ലാതെ കുറേ നാൾ നടന്നു. ആ സമയത്താണ് എൻ്റെ മമ്മി കൃപാസനത്തിൽ വരുന്നത്. കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാനും എൻ്റെ ഹസ്ബൻഡിനും ഓൺലൈൻ വഴി ഉടമ്പടി എടുത്ത് 2 ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ ഹസ്ബൻഡിനൊരു ജോലി റെഡിയാവുകയും ഞാൻ കൃപാസനത്തിലെ 5:30 പ്രാർത്ഥന ചൊല്ലുകയും അതേപോലെ തന്നെ എല്ലാ ദിവസവും ഉടമ്പടി ധ്യാനത്തിൽ ചൊവ്വാഴ്ചകളിൽ ഉടമ്പടി ധ്യാനം കൂടുകയെല്ലാം ചെയ്തു. പക്ഷേ എങ്കിലും എൻ്റെ പ്രാർത്ഥന അത്ര പ്രോപ്പർ അല്ലായിരുന്നു. ഞാൻ ചെയ്യുന്ന പ്രാർത്ഥനയോ ഒന്നും പ്രോപ്പർ അല്ലായിരുന്നു. എനിക്ക് കറക്റ്റ് ടൈമിന് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. പിന്നെ ഇവിടെയുള്ള ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ഇങ്ങനെയൊക്കെ നടക്കുമോ? എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ ചോദിക്കുമായിരുന്നു, ഇങ്ങനെയൊക്കെ നടക്കുമോ? ഇതൊക്കെ സാധ്യമാണോ? പക്ഷേ ലൂക്ക 18:27 വചനം ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈ വചനം ഞാൻ മുറുകെ പിടിച്ചു. 33 പ്രാവശ്യം ഡെയിലി ഞാൻ ചൊല്ലുമായിരുന്നു. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്, മനുഷ്യർക്ക് അസാധ്യമാണ്. എൻ്റെ ജോലി സ്ഥലത്ത് എനിക്ക് 1 മണിക്കൂറോളം ദൂരമുണ്ടായിരുന്നു. ആ ദൂരമുള്ള സമയത്ത് മൊത്തവും ഞാൻ ഈ വചനമായിരുന്നു ചൊല്ലുന്നത്. മനുഷ്യർക്ക് അസാധ്യമായ ദൈവത്തിന് സാധ്യം. ഞാൻ കൃപാസനത്തിലെ അച്ഛൻ്റെ ധ്യാനം സാക്ഷ്യങ്ങളെല്ലാം സ്റ്റാറ്റസ് ഇടുമായിരുന്നു. സ്റ്റാറ്റസ് ഇടുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറയുമായിരുന്നു, നീ ആദ്യം നീ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് നീ ഇത് കണക്ക് ചെയ്യുക. അല്ലാതെ ചുമ്മാ സാക്ഷ്യങ്ങൾ മാത്രം ഷെയർ ചെയ്തിട്ട് നിനക്ക് കുഞ്ഞുണ്ടാവാനൊന്നും ചാൻസ് ഇല്ല. ഞാൻ അന്നേരം അവരോട് പറയും, മനുഷ്യർക്ക് അസാധ്യമായ ദൈവത്തിന് സാധ്യമാണ്, ദൈവം എനിക്ക് സാധിച്ചു തരും. അപ്പോൾ അവരെല്ലാം എന്നെ കളിയാക്കി ചിരിക്കുമായിരുന്നു. ഈവൻ എൻ്റെ റിലേറ്റീവ്സ് വരെ എന്നെ കളിയാക്കുമായിരുന്നു, നീ ഒരു ഹിന്ദുവാണ്, നീ എന്തിനാണ് പള്ളിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ഇങ്ങനെ ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞ്. ലാസ്റ്റ് ഞാൻ ജനുവരി 2024 ആയപ്പോൾ വീണ്ടും എൻ്റെ ഉടമ്പടി ഞാൻ ഓൺലൈൻ വഴി വീണ്ടും പുതുക്കി റീസ്റ്റാർട്ട് ചെയ്തു. ഞാൻ 5:30 ആകുമ്പോൾ രാവിലെ എഴുന്നേക്കും, പ്രാർത്ഥിക്കും, അതേപോലെ എൻ്റെ ഷെയർ ചെയ്യും, ഫ്രണ്ട്സിനുമായിട്ടെല്ലാം പങ്കുവെക്കും, ഇതേപോലെ വചനങ്ങൾ പ്രാർത്ഥിക്കും, ഒരുപാട് ധ്യാനങ്ങൾ കൂടും, അച്ഛൻ്റെ ധ്യാനങ്ങളെല്ലാം കൂടും, ഷെയർ ചെയ്യും, എല്ലാം ചെയ്യും. അവസാനം മാർച്ച് മാസം ആയപ്പോഴത്തേക്ക് ഞാൻ ഇതേപോലെ തന്നെ പ്രാർത്ഥിച്ചു. എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, നീ പ്രാർത്ഥിച്ചിട്ട് നിനക്ക് എന്താ ഫലം കിട്ടിയെന്ന് ചോദിച്ചു. ഞാൻ കരഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കിവരെല്ലാം മുമ്പി അമ്മയുടെ ഒരു പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയായി എനിക്ക് മാറണം, മാതാവ് അതിന് എനിക്കൊരു വഴി കാണിച്ചു തന്നു. പിറ്റേ മാസം ഏപ്രിൽ 20 നമുക്ക് നൊയമ്പുണ്ടായിരുന്നു, 51 ദിവസം നൊയമ്പുണ്ടായിരുന്നു. ദുഃഖവെള്ളിയുടെ അന്ന് ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. ഏപ്രിൽ മാസം 27 ആയപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു വല്ലാത്ത അസ്വസ്ഥത തോന്നി. എനിക്കൊരു ഗ്യാസിൻ്റെ ഇഷ്യൂ ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ലീവ് കിട്ടുമല്ലോ, മെഡിക്കൽ ലീവ് കിട്ടുമല്ലോ, പ്രഗ്നൻ്റ് ആവുമെന്നൊരു ഹോപ്പില്ല. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഗ്യാസ്ട്രോയുടെ ഇഷ്യൂ അല്ലേ, എന്തെങ്കിലും നമുക്കറിയത്തില്ല, സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, ഈ ഡോക്ടർ എന്തിനാണ് എനിക്ക് സ്കാൻ ചെയ്യുന്നത്, എനിക്ക് അതിൻ്റേതായ ഒരു ഇഷ്യൂ ഇല്ല, എനിക്കൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തന്നാൽ മതി, പിറ്റേ ദിവസം ഞാൻ ലീവ് എടുത്തോളാം. അങ്ങനെ അവിടെ സ്കാനിങ്ങിനൊക്കെ നല്ല റേറ്റാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് 300 റിയാലാണ് അവിടെ സ്കാൻ ചെയ്യുന്നതിന്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് 300 റിയാലൊക്കെ കൊടുത്ത് സ്കാനിങ്ങിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ, നീ അങ്ങനെയുള്ളതൊന്നും നമുക്കില്ല. അങ്ങനെ ഞാൻ അവിടെ സ്കാനിങ്ങിന് പോയപ്പം എല്ലാം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസാണ് അവിടെ ഇരിക്കുന്നത്. എനിക്കത് കണ്ടപ്പം ഭയങ്കര മാനസിക വിഷമം വന്നു. മാതാവേ, ഞാനെന്നാ ഇങ്ങനെ വന്നിരിക്കുന്നത്, എനിക്കിതിനുള്ളൊരു ഭാഗ്യമുണ്ടോ എന്ന് പ്രാർത്ഥിച്ചു. അന്നേരവും ഞാൻ ചൊല്ലി, മനുഷ്യർക്ക് അസാധ്യമായ ദൈവത്തിന് സാധ്യമാണ്. റിപ്പീറ്റ് ചെയ്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ സ്കാനിങ്ങിന് കയറി കഴിഞ്ഞപ്പോൾ അവിടെ എന്നെ സ്കാൻ ചെയ്തപ്പോൾ
ഡോക്ടർ എന്നോട് ചോദിച്ചു, തനിക്ക് പീരീഡ്സ് ആയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ഈ മാസം ആയിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ 12 വർഷം എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്നാൽ താൻ പ്രഗ്നൻ്റ് ആണ്, 6 വീക്സ് ഇപ്പോൾ ഗ്രോത്ത് ഉണ്ട്, കുഞ്ഞിന് ഹാർട്ട് ബീറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അതിന് മുമ്പ് ഞാൻ അതിന് മുമ്പ് ജോലി ചെയ്യുമായിരുന്നു, വെയിറ്റ് എടുക്കുമായിരുന്നു, എല്ലാം ചെയ്യുമായിരുന്നു. എൻ്റെ കുഞ്ഞിന് ഒരു ആപത്തും കൂടാതെ 6 വീക്സ് പ്രഗ്നൻ്റ്, ഹാർട്ട് ബീറ്റും എല്ലാം ഉണ്ട്, എല്ലാം നോർമലായിട്ട്. പിന്നെ ഞാൻ അന്ന് തന്നെ തീരുമാനിച്ചു, ഞാൻ നാട്ടിൽ വരുമ്പോൾ ആദ്യം ഞാൻ കൃപാസനത്തിൽ വരും, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ എൻ്റെ വീട്ടിൽ പോലും പോകുമെന്നുള്ളത്. അങ്ങനെ ഓരോ സ്കാനിങ്ങിന് ഞാൻ പോകുമ്പോഴും എൻ്റെ മമ്മി എനിക്ക് ഇവിടുന്ന് ഉപ്പ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഉപ്പും കൊണ്ടായിരുന്നു പോകുന്നത്. വിശ്വാസ പ്രമാണം ചൊല്ലുമായിരുന്നു. ഓരോ സ്കാനിങ്ങിലും എനിക്ക് ഒരു കുഴപ്പമില്ല. കാര്യം എൻ്റെ ഏജ് ഓവറാണ്, 36 വയസ്സായിരുന്നു എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല. എല്ലാം 6 മാസം വരെ പൂർണ്ണ ആരോഗ്യത്തോടു കൊണ്ട് തന്നെ എനിക്കൊരു പ്രോബ്ലം ഇല്ലാതെ ഞാൻ 6-ാം മാസം നാട്ടിലെത്തുന്ന നേരം എല്ലാവരും എന്നോട് പറഞ്ഞു, നീ ഇത്ര റിസ്ക് എടുക്കണ്ട, ആദ്യം വീട്ടിൽ പോ, പിന്നെ കുഞ്ഞുമായിട്ട് കൃപാസനത്തിൽ വന്നാൽ മതിയെന്ന്. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് മാതാവ് തന്ന കുഞ്ഞാ, എനിക്ക് ഒരാപത്തും വരുത്തില്ല, ഞാൻ വരുമെന്ന് പറഞ്ഞു. ഞാൻ അതേപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, കുഞ്ഞുമായിട്ട് വന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതിയെന്ന്. അങ്ങനെ 9-ാം മാസം വരെ എൻ്റെ പ്രഗ്നൻസിയിൽ എനിക്കൊരു പ്രോബ്ലം ഇല്ലായിരുന്നു. ലാസ്റ്റ് സ്കാനിങ് ആയപ്പോൾ എൻ്റെ കുഞ്ഞിന് ഇത് കോഡ് ചുറ്റിയിട്ടുണ്ടായിരുന്നു. ചുറ്റിയാൽ തന്നെയും പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ തന്നെ എന്നെ നവംബർ മാസം 27-ാം തീയതി ഞാനൊരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ഞാൻ കുഞ്ഞിന് മിലൻ എന്ന് പേരിട്ടു. എനിക്കും എൻ്റെ മാതാവ് തന്ന ഈ അനുഗ്രഹങ്ങൾ ഞാൻ എല്ലാവരെയും അറിയിക്കും. ഞാൻ എന്നിട്ട് എന്നെ കളിയാക്കിയ വ്യക്തികൾക്കെല്ലാം അതുവരെ ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല. കളിയാക്കിയ വ്യക്തികൾക്കെല്ലാം എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, എനിക്ക് മാതാവ് തന്ന കുഞ്ഞാണ്, എൻ്റെ കൃപാസന അമ്മ തന്ന കുഞ്ഞാണ്. എൻ്റെ ഹസ്ബൻഡും അതോടുകൂടി നല്ല വിശ്വാസത്തിലായി. ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡ് എല്ലാവരെയും അറിയിച്ചു, അവൾ കൃപാസനത്തിൽ ഓൺലൈൻ വഴി ഉടമ്പടി എടുത്ത് ലഭിച്ച കുഞ്ഞാണെന്ന്. എൻ്റെ കുഞ്ഞുമായിട്ട് ഈ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചത് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എന്നും എനിക്ക് മാതാവിൻ്റെ സാക്ഷിയായി തന്നെ ജീവിക്കാനും എന്നെപ്പോലെ ഒരുപാട് മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഒരുപാട് ദമ്പതികൾക്കുണ്ട്. ഇവർക്കെല്ലാം എൻ്റെ ഈ സാക്ഷി ഒരു പ്രചോദനമാവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. മാതാവിനും തിരുകുമാരനും ഒരുപാട് നന്ദി. 2 സാമുവേലിൻ്റെ പുസ്തകം 22-ാം അധ്യായം 7 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു, എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. അഞ്ജു അരുൺ തൻ്റെ കുഞ്ഞുമായി വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. 12 വർഷമായി മക്കളില്ല, എടുക്കാത്ത ട്രീറ്റ്മെൻറ്റുകളില്ല, ലക്ഷങ്ങൾ തങ്ങൾക്ക് നഷ്ടമായത് മാത്രം മിച്ചം. ഇനി കുഞ്ഞുങ്ങളുണ്ടാകാനേ സാധ്യതയില്ല. ഇതൊക്കെയാണ് ഡോക്ടേഴ്സ് അഭിപ്രായപ്പെടുത്തത്. എന്നാൽ ഈ മകള് ഈശോയെ അറിഞ്ഞ മകളെന്ന് പറയുക തൻ്റെ ഉടമ്പടിയിലൂടെ മാത്രമാണ്. അതിനു മുൻപ് ഈശോയുമായി ഒരു സ്നേഹബന്ധം ഈ മകൾക്കുള്ളിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ മമ്മി വന്ന് ഉടമ്പടി എടുക്കുന്നു ഇവിടെ, പിന്നീട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നു. എത്രമാത്രമാണ് പരിശുദ്ധ അമ്മ ഓൺലൈൻ ഉടമ്പടിയെയും ആദരിക്കുന്നത്. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് താൻ കുറേയൊക്കെ താൻ ചെയ്യാനായിട്ട് പരിശ്രമിച്ചു. തനിക്ക് കൂടുതലൊന്നും പറ്റിയില്ല എന്ന് ഇന്നിവിടെ ഏറ്റു പറയുന്നുണ്ട്. പക്ഷേ വീണ്ടും അവസാനം പറഞ്ഞു നിർത്തിയതാണ് നാം പ്രാധാന്യമായിട്ട് എടുക്കേണ്ടത്. ഞാൻ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയായിരിക്കും. എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ ഞാൻ എല്ലാവർക്കും ഇട്ടുകൊടുത്തു. കൃപാസന അമ്മ എനിക്ക് നൽകിയ കുഞ്ഞാണെന്ന് ഞാൻ എല്ലാവരോടും പറയുന്നു. ഇവിടെയാണ് ഈ മകള് മാറിയത്. അതായത് തനിക്ക് ഉടമ്പടി എടുത്താൽ കുഞ്ഞുണ്ടാകുമോ എല്ലാവരും പറയുമ്പോൾ അല്പം ശങ്കിച്ചു പോയി. എങ്കിലും മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. തൻ്റെ കാതുകളിൽ, തൻ്റെ ഹൃദയത്തിൽ, തൻ്റെ അധരത്തിൽ ഇത് പറഞ്ഞുകൊണ്ടാണ് നടന്നത്. അധരം കൊണ്ട് ക്രിസ്തുവിനെ ഏറ്റുപറയുകയും ഹൃദയത്തിൽ ക്രിസ്തു കർത്താവാണെന്ന് ഏറ്റുപറഞ്ഞ് അവിടുത്തെ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകും. അതാണ് ഇന്ന് കൃപാസനത്തിലൂടെ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുക. തോബിത്തിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ സാറായുടെ ഒരു പ്രാർത്ഥനയുണ്ട്. ഞാൻ ജീവിക്കണമെന്നാണ് അവിടുത്തെ ഹിതമെങ്കിൽ എന്നെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ.
ഇനി അധിക്ഷേപങ്ങൾ കേൾക്കാൻ ഇടവരാത്ത വിധം എനിക്ക് മാന്യത നൽകണമേ. കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ച അവസ്ഥ, ഒറ്റപ്പെടലിൻ്റെയും കുറ്റപ്പെടുത്തലുകളിൻ്റെയും ഒക്കെ ആ ഒരു അവസ്ഥയിൽ ഇനിയും അധിക്ഷേപങ്ങൾ കേൾക്കാൻ എനിക്കിടവരുത്തരുതേ എന്നുള്ള ഈ മകളുടെ പ്രാർത്ഥന, അത് സാറായിയുടെ പ്രാർത്ഥനയായിട്ട് തിരുവചനത്തിൽ നാം വായിക്കുമ്പോൾ അഞ്ജു അരുൺ അത് തൻ്റെ ഹൃദയത്തിൽ താൻ പൂജിക്കുന്ന ദൈവത്തെ, താൻ സ്നേഹിച്ചു തുടങ്ങിയ ദൈവത്തെ, സത്യദൈവത്തെ ഈ മകള് അങ്ങനെ ആരാധിക്കുകയാണ്. അങ്ങനെ തൻ്റെ കുഞ്ഞിനെ തനിക്ക് ലഭിച്ചു. യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ, അതായത് പിന്നീടാണ് 9-ാം മാസത്തിന് ശേഷമാണ് അല്പമൊക്കെ കുഞ്ഞിന് ബുദ്ധിമുട്ടുകൾ ഉള്ളതായിട്ട് പ്രഗ്നൻസിയിൽ കാണുന്നത്. അതുവരെയും നോർമലായിരുന്നു പ്രഗ്നൻസി, ഒരു കോംപ്ലിക്കേഷനുമില്ല. അങ്ങനെ തൻ്റെ കുഞ്ഞുമായിട്ട് ഇവിടെ ഇന്ന് വന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ മറ്റുള്ളവർക്ക് ഇതൊരു പ്രചോദനമാകണം, ആരും വിഷമിക്കണ്ട എന്നാണ് അഞ്ജു ഇതിലൂടെ പറയുക. അങ്ങനെ ആര് വിളിച്ചാലും വിളി കേൾക്കുന്ന കർത്താവാണ്. അതിന് ജാതിയില്ല, മതമില്ല, അതിർവരമ്പുകളില്ല. ആരെന്ന് നോക്കാതെ വാരിക്കോരി മടി നിറച്ച് അളന്ന്, നമുക്ക് നിറച്ചളന്ന് അമർത്തിക്കുലുക്കി നമ്മെ പറഞ്ഞു വിടുന്ന ദൈവത്തിൻ്റെ വാത്സല്യമുള്ള സ്നേഹത്തിന് നമുക്ക് നന്ദിയുള്ളവരാകാം. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.